Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds. Celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. പിലാത്തറയിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കൊടികൾ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പിലാത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥാപിച്ച കൊടികൾ നശിപ്പിച്ചത്. SFI പ്രവർത്തകരാണ് കൊടികൾ നശിപ്പിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കാങ്കോൽ ചീമേനി റോഡിൽ പാപ്പാരട്ട ഭാഗം അപകട ഭീഷണി ഉയർത്തുന്നു. മഴ പെയ്താൽ വെള്ളം മുഴുവനും റോഡിൽ കൂടി ഒഴുകുന്നത് സമീപത്തെ വീട്ടുകാർക്ക് മാത്രമല്ല, ഇരുചക്രവാഹന കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്നു. പഴയങ്ങാടി മുട്ടുകണ്ടി റോഡരികിൽ തണ്ണീർത്തടങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നതായി ആക്ഷേപം. രാത്രിയിലാണ് വാഹനങ്ങളിലെത്തി കക്കൂസ് മാലിന്യം പുഴയിലേക്കും തണ്ണീർത്തടങ്ങളിലേക്കും ഒഴുക്കിവിടുന്നത്. ചെറുകുന്ന് വെള്ളറങ്ങൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് പരിക്കേറ്റ കാർ യാത്രികൻ മരിച്ചു. ചെറുകുന്ന് കോവപ്പുറത്തെ AC ഷാദുലിയാണ് ഇന്നുച്ചയോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത്. വാർത്തകൾ വിശദമായി. പിലാത്തറയിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കൊടികൾ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പിലാത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥാപിച്ച കൊടികൾ നശിപ്പിച്ചത്. SFI പ്രവർത്തകരാണ് കൊടികൾ നശിപ്പിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പിലാത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥാപിച്ച കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കൊടികളാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് നശിപ്പിച്ചത്. പ്രകടനവുമായി എത്തിയ SFI പ്രവർത്തകരാണ് കൊടികൾ നശിപ്പിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ പിലാത്രയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. തുടർന്ന് പ്രവർത്തകർ പുതിയ കൊടികൾ ഉയർത്തുകയും ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് V രാജൻ, മണ്ഡലം പ്രസിഡന്റ് U രാമചന്ദ്രൻ, K രാമദാസ്, VV വിജയൻ, MV കമ്മാരൻ, അക്ഷയ് പറവൂർ, C സരീഷ്, KS ശംഭു നമ്പൂതിരി, CV ജനാർദ്ദനൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചീമേനി റോഡിൽ പാപ്പാരട്ട ഭാഗം അപകട ഭീഷണി ഉയർത്തുന്നു. മഴ പെയ്താൽ വെള്ളം മുഴുവനും റോഡിൽ കൂടി ഒഴുകുന്നത് സമീപത്തെ വീട്ടുകാർക്ക് മാത്രമല്ല, ഇരുചക്രവാഹന കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്നു. കാങ്കോൽ ചീമേനി റോഡിൽ പാപ്പാരട്ട ഭാഗം അപകട ഭീഷണി ഉയർത്തുന്നു. സ്വകാര്യ ടെലികോം കമ്പനി തങ്ങളുടെ കേബിളിടാൻ കുഴിച്ച കുഴിയാണ് പ്രശ്നമുയർത്തുന്നത്. മഴക്കാലം അടുത്തെത്തിയത് സ്ഥിതിഗതി കൂടുതൽ വഷളാക്കുന്നു. കേബിളിടാൻ കുഴിച്ച കുഴി മൂടിയപ്പോൾ ഇളകിയ മണ്ണ് ഒലിച്ചുപോയി അവിടെ കുഴി രൂപപ്പെടുന്ന സ്ഥലത്ത് വലിയ അപകടമാണ് പതിയിരിക്കുന്നത്. ഇവിടെ ടാറിങ് ഇളകി റോഡ് തകരുകയും ചെയ്യും. കേബിളിടാൻ കുഴിയെടുത്തതോടെ ഓവുചാലിന് യാതൊരു പ്രസക്തിയുമില്ലാതായി. ചിലയിടത്ത് റോഡിനും ഓവുചാലിനുമിടയിൽ വലിയ മൺകൂമ്പാരം തന്നെ കാണാം. പാപ്പാരട്ടപ്പള്ളി മുതൽ കാങ്കോൽ ഭാഗത്തേക്ക് ഇറക്കമായതിനാൽ വലിയ ദുരന്തം തന്നെ ഈ ഭാഗത്ത് കാത്തിരിക്കുന്നു. ചെറിയ കുട്ടികൾ മദ്രസകളിലേക്ക് പോകുന്നത് നടന്നാണ്. മഴവെള്ളം റോഡിൽ കൂടി പോയാൽ ഏതുതരം അപകടവും ഉണ്ടാകാം. റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ട് 1 മാസം പോലും ആകാതെ പൊട്ടിച്ചെടുക്കുന്നതും കാണാവുന്നതാണ്. കാങ്കോൽ ചീമേനി റോഡാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് സ്വകാര്യ മൊബൈൽ കമ്പനി ഇവിടെ കേബിളിടാൻ വേണ്ടി കുഴികുത്തി പോയത്. അവർ കൃത്യമായിട്ട് മൂടാതെ പോയതുകൊണ്ട് കംപ്ലീറ്റ് മണ്ണ് ഒലിച്ചു പോയിട്ട് നമുക്ക് ഇവിടുന്ന് വണ്ടി ഇറക്കാനോ സ്കൂട്ടർ യാത്രക്കാർക്ക് പോകാനോ പറ്റാത്തൊരവസ്ഥയായി. ഒരു മഴ മാത്രം പെയ്ത സ്ഥിതിയായി ഇതിങ്ങനെ. ഇനി എത്ര മഴ വരാനുണ്ട്? റോഡ് ഇന്നേക്കും നാളേക്കും പറഞ്ഞിട്ട് വരെ. ജനങ്ങളുടെ ജീവന് യാതൊരു സംരക്ഷണവും നൽകാത്ത അധികൃതരുടെ നടപടി കടുത്ത പ്രതിഷേധമാണ് ക്ഷണിച്ചു വരുത്തുന്നത്. ദുരന്തമുണ്ടായിട്ട് പരിഹരിക്കുന്നതിനേക്കാൾ നല്ലത് അതുണ്ടാകാതിരിക്കാൻ നോക്കേണ്ടതാണ്.
ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ ഇതിന് അനുമതി കൊടുത്ത PWDക്കെതിരെ നടപടി ഉണ്ടാകേണ്ടതുണ്ട്. ഒപ്പം എത്രയും വേഗം ഇതിന് പരിഹാരവും കാണേണ്ടതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പഴയങ്ങാടി മുട്ടുകണ്ടി റോഡരികിൽ തണ്ണീർത്തടങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നതായി ആക്ഷേപം. രാത്രിയിലാണ് വാഹനങ്ങളിൽ എത്തി കക്കൂസ് മാലിന്യം പുഴയിലേക്കും തണ്ണീർത്തടങ്ങളിലേക്കും ഒഴുക്കിവിടുന്നത്. പഴയങ്ങാടി മുട്ടുകണ്ടി റോഡിലൂടെ മൂക്കുപൊത്താതെ നടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. പ്രദേശത്ത് വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളുന്നതാണ് പ്രധാന കാരണം. തണ്ണീർത്തടങ്ങളിൽ ഇത്തരം മാലിന്യം തള്ളുന്നത് വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകും. കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഇതേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. മാലിന്യം തള്ളുന്നത് പകർച്ചവ്യാധി പടർന്നു പിടിക്കുവാനും കാരണമാകുന്നുണ്ട്. മാലിന്യങ്ങൾ കക്കൂസിന്റെ മാലിന്യങ്ങൾ കൊണ്ട് തട്ടലാകുന്നു, വണ്ടി കൊണ്ട് തട്ടലാകുന്നു പതിവ്. ഇതിപ്പോൾ എല്ലാവർക്കും ഈ മുട്ടണ്ടി കിളിയാഴും ചെങ്ങൽ ഈ പ്രദേശത്ത് എല്ലാവരും നടന്നിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ കല്ലടിക്കാൻ തുടങ്ങിയപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാ ദിവസവും തട്ടുന്നുണ്ട്. പഞ്ചായത്തോ പ്രസിഡന്റോ എന്താ പോലീസ് സ്റ്റേഷനോ ഇനി ഒരിത് എടുക്കണമെന്ന് ഞാൻ ഇവരോട് അഭ്യർത്ഥിക്കുകയാണ്. തണ്ണീർത്തടങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നവരെ പിടികൂടുവാൻ നടപടി വേണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുകുന്ന് വെള്ളറങ്ങൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് പരിക്കേറ്റ കാർ യാത്രികൻ മരിച്ചു. ചെറുകുന്ന് കൊവ്വപ്പുറത്തെ AC ശാതുലിയാണ് ഇന്നുച്ചയോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെട്ടത്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെ ചെറുകുന്ന് വെള്ളറങ്ങലിൽ വെച്ചാണ് അപകടം നടന്നത്. കൊവ്വപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ എതിർദിശയിൽ വരികയായിരുന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ AC ശാതുലി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നുച്ചയോടെ മരണപ്പെടുകയായിരുന്നു. അപകടത്തിൽ ഭാര്യ AC ഹസീനയ്ക്കും പരിക്കേറ്റിരുന്നു. ദിൽഷാദ്, ഷഹദ എന്നിവരാണ് മക്കൾ. ശനിയാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ചെറുകുന്ന ഒളയങ്കര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രശസ്ത സിനിമ നാടക നടൻ തമ്പാൻ കൊടക്കാടിന് നാട് വിട നൽകി. വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. കൊടക്കാട് നാരായണ സ്മാരക വായനശാലയുടെ ആദ്യകാല നാടകങ്ങളിലൊന്നായ തിളയ്ക്കുന്ന കടൽ എന്ന നാടകത്തിൽ ബാലനടനായാണ് തമ്പാൻ കൊടക്കാടിന്റെ രംഗപ്രവേശം. പിന്നീട് കൂക്കാനം പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രൂപീകരിക്കുകയും സുഹൃത്തുക്കൾക്കൊപ്പം നിരവധി നാടകങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അരവിന്ദൻ കുറുന്തുലിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കരിവെള്ളൂർ ഭാവന തിയേറ്റേഴ്സിന്റെ മുഖമായി മാറി തമ്പാൻ കൊടക്കാട്. പത്മൻ വെങ്ങരയുടെ പയ്യന്നൂർ രംഗകലയുടെ മുഖ്യ നടന്മാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. പ്രശസ്ത സിനിമാ നടനും സംവിധായകനുമായ തളിപ്പറമ്പ് രാഘവന്റെ ഒരിടത്തൊരിടത്ത് എന്ന മെഗാ സീരിയലിൽ അഭിനയിച്ചു. നിരവധി സീരിയലുകളിലും ടെലിഫിലിമുകളിലും തമ്പാൻ വേഷമിട്ടു. മനോജ് കെ സേതുവിന്റെയും ശ്രീജിത്ത് പലിയേരിയുടെയും നിരവധി ചിത്രങ്ങളിൽ തമ്പാൻ കൊടക്കാട് അഭിനയിച്ചിട്ടുണ്ട്. വീട്ടിലെ പൊതുദർശനത്തിനു ശേഷം കൊടക്കാട് സമുദായ ശ്മശാനത്തിൽ സംസ്കാരം നടന്നു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കല്യാശ്ശേരി സോക്കർ ലീഗ് MLA കപ്പ് സെവൻസ് ഫ്ലഡേറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം പഴയങ്ങാടിയിൽ നടന്നു. മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രത്യേകിച്ചും രാസലഹരിയുടെ വലിയ ആപത്ത് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ ലഹരിയാകാം കളിയിടങ്ങളോട് എന്നൊരു മുദ്രാവാക്യം ഉയർത്തുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണിത്. തീർച്ചയായിട്ടും ഇത് നല്ല ഒരു ചുവടുവെപ്പാണ്. നമുക്ക് സ്ഥിരമായൊരു ടൂർണമെന്റ് പഴയങ്ങാടിയിൽ സംഘടിപ്പിക്കാൻ കഴിയണം. ലഹരി വിരുദ്ധ സന്ദേശത്തിന്റെ ഭാഗമായി കളിക്കളങ്ങൾ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മെയ് 22 മുതൽ 25 വരെ പഴയങ്ങാടിയിൽ കല്യാശ്ശേരി സോക്കർ ലീഗ് KSL MLA കപ്പ് ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. വിജയികൾക്ക് മാടായി ബാങ്ക് നൽകുന്ന സ്വർണ്ണ കപ്പും 50,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കും. രണ്ടാം സ്ഥാനക്കാർക്ക് 25,000 രൂപ ക്യാഷ് പ്രൈസ് ലഭിക്കും. SU റഫീഖ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ M വിജിൻ MLA, K പത്മനാഭൻ, P ഗോവിന്ദൻ, K രഞ്ജിത്ത് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിളയാങ്കോട് നന്മ സർഗാത്മക വേദി, കണ്ണൂർ തിയേറ്റർ മൂവ്മെന്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നാടക ഉദ്ഘാടനവും പ്രഭാഷണവും സംഘടിപ്പിച്ചു. വിളയാങ്കോട് ഈസ്റ്റ് വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. വിളയാങ്കോട് നന്മ സർഗാത്മക വേദി, കണ്ണൂർ തിയേറ്റർ മൂവ്മെന്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നാടക ഉദ്ഘാടനവും പ്രഭാഷണവും സംഘടിപ്പിച്ചു. വിളയാങ്കോട് ഈസ്റ്റ് വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂരിലെ
ഈ എല്ലാ പോരാട്ടങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ റൂമായി പ്രവർത്തിച്ച ഞങ്ങളുടെ വീടിനെ കുറിച്ച് ഒരു പരാമർശങ്ങളോട് ഇല്ലാതെ ഒരൊറ്റ ലേഖനവും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കാവുണ്ണിയൊക്കെയാണ് ഞങ്ങൾ അതുകൂടാതെ എടുക്കുന്നത്. ഉത്തര കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ, കാവുകളെ കുറിച്ചുള്ള പക്ഷേ ആദ്യത്തെ പഠനം ഇപ്പോൾ അതിൻ്റെ മറ്റു കുറെ തലങ്ങളിലേക്ക് കൂടിയായി അത് മാറിക്കഴിഞ്ഞു. എങ്ങനെയാണ് കാവുകൾ അങ്ങനെ അല്ലാതാവുന്നത്? അതിൻ്റെ ഭൗതികമായ പ്രകൃതിയുടെ ഒരു പശ്ചാത്തലം നഷ്ടപ്പെടുന്നതിന് മാത്രമല്ല, രാഷ്ട്രീയമായി കൂടി എങ്ങനെയാണ് കാവുകൾ അല്ലാതാവുന്നത്. കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ, എ വി പവിത്രൻ, ടി വി രമേശൻ, ബാബു മണ്ടൂർ, എം വി സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രദീപ് മണ്ടൂർ രചനയും സംവിധാനവും നിർവഹിച്ച കണ്ണൂർ തിയേറ്റർ മൂവ്മെന്റിന്റെ ദി കോർട്ട് റൂം എന്ന നാടകവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. വെള്ളൂർ പോസ്റ്റ് ഓഫീസിന് സമീപം കണ്ടെയ്നർ ലോറി ബൈക്കിലിടിച്ച അപകടം. ദേശീയപാതയിൽ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ കണ്ടെയ്നർ ലോറി ട്രാക്കുമാറി ഓടിയതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. വടക്കേ മലബാറിലെ പ്രമുഖ ക്ഷേത്രമായ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ കളിയാട്ടം സമാപിച്ചു. സമാപന ദിവസം ഉത്തര കേരളത്തിൽ നിന്നും ദക്ഷിണ കർണാടകയിൽ നിന്നുമായി 1,00,000 പേരിലധികം ഭക്തരാണ് ദർശനത്തിന് എത്തിയത്. 11 ദിവസം നീണ്ട ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് ഒഴുകിയെത്തിയത് പതിനായിരങ്ങളാണ്. വെഞ്ചാമരവും മുത്തുക്കുടയും ആലവട്ടവും ഉയർന്ന അന്തരീക്ഷത്തിലാണ് പ്രധാന തെയ്യക്കോലമായ വിഷ്ണുമൂർത്തി അരങ്ങിലെത്തിയത്. രാവിലെ രക്തചാമുണ്ടി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാനെത്തിയിരുന്നു. വിഷഹാരിയും ശക്തിസ്വരൂപിയുമായ ദൈവത്തിനു മുന്നിൽ ഭക്തർ തടിച്ചുകൂടി നിന്നപ്പോൾ വരരത്നഹസ്തങ്ങളിൽ കനകരത്നപ്പൊടി നൽകി ദൈവം അവരെ അനുഗ്രഹിച്ചു. ഉച്ചയ്ക്ക് അരങ്ങിലെത്തിയ തെയ്യക്കോലം തിരിച്ച് അണിയറയിലേക്ക് മടങ്ങുമ്പോൾ സമയം അർദ്ധരാത്രി പിന്നിട്ടിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭ, താലൂക്ക് ആശുപത്രി എന്നിവയുടെ നേതൃത്വത്തിൽ ദേശീയ ഡെങ്കിപ്പനി ദിനാചരണവും IAC പ്രദർശനവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും നേതൃത്വത്തിൽ ദേശീയ ഡെങ്കിപ്പനി ദിനാചരണവും IAC പ്രദർശനവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇപ്പോഴുള്ളത്. നമ്മുടെ ഓരോ പ്രദേശത്തെയും ഓരോ വീടുകളും കയറി ഇറങ്ങിക്കൊണ്ട് ഓരോ വീടുകളിലും കൊതുക് വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല ബോധവൽക്കരണം. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി JPHN ഉമാ VM അധ്യക്ഷത വഹിച്ചു. ജയചൈമാരായ സന്തോഷ് കുമാർ AV, സന്തോഷ് കുമാർ R എന്നിവർ ദിനാചരണ വിശദീകരണവും ബോധവൽക്കരണ ക്ലാസും നടത്തി. ജയചൈ മുരളീധരൻ, ഫീൽഡ് വിഭാഗം ജീവനക്കാർ, ആശാപ്രവർത്തകർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി ഒരു ദിനം ഒരു വാർഡ് ഭവന സന്ദർശനം ജനങ്ങളിൽ വളരെ നല്ല പ്രതികരണം ഉണ്ടാക്കിയതായി ആരോഗ്യ വിഭാഗം അറിയിച്ചു. നഗരസഭയിലെ മുഴുവൻ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലൂടെയും വരും ദിവസങ്ങളിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കലാ സാംസ്കാരിക പ്രതിഭകളുടെ മാറ്റുരയ്ക്കൽ വേദിയായ കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കാസർഗോഡ് ജില്ലാതല അരങ്ങ് സർഗോത്സവത്തിന് കയ്യൂരിൽ തുടക്കമായി. ആദ്യ ദിനം 16 സ്റ്റേജിതര മത്സരങ്ങളും 12 സ്റ്റേജ് ഇനങ്ങളുമാണ് അരങ്ങേറിയത്. വ്യത്യസ്ത പ്രായക്കാർ ഉൾക്കൊള്ളുന്ന കുടുംബശ്രീ കലോത്സവത്തിലും സാധാരണ സ്കൂൾ കലോത്സവ വേദികളിലെ വീറും വാശിയും പ്രകടിപ്പിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. 18 മുതൽ 40 വയസ്സുവരെയും 41 മുതൽ മുകളിലുമായി ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി നടന്നുവരുന്ന കുടുംബശ്രീ സർഗോത്സവത്തിൽ പ്രാഥമിക തലമായ ADS മുതൽ CDS, താലൂക്ക് തലമായ ബ്ലോക്ക് അഥവാ ക്ലസ്റ്റർ മത്സരങ്ങളിലെ വിജയികളാണ് കയ്യൂരിൽ നടക്കുന്ന ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ വേദികളിൽ ആദ്യ ദിനം 16 സ്റ്റേജിതര മത്സരങ്ങളും 12 സ്റ്റേജ് ഇനങ്ങളുമാണ് പൂർത്തിയായത്. പെൻസിൽ ഡ്രോയിങ്ങും ജലച്ചായവും കൊളാഷും തങ്ങളുടെ കൈകളിൽ വഴങ്ങാത്ത ഇനങ്ങളിലെന്ന് തെളിയിക്കുന്നതായി ഇവരുടെ സൃഷ്ടികൾ. വിവിധ ഭാഷകളിൽ കഥ, കവിതാ രചനകളും പ്രസംഗവും ഉൾപ്പെടെ കയ്യൂർ സ്കൂളിൽ നടന്നു. വൈകുന്നേരം 4 മണിക്ക് ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലെ കുടുംബശ്രീ അംഗങ്ങൾ ഒരുമിച്ചു ചേർന്ന് നടത്തിയ ശിങ്കാരിമേളം മത്സരം ആസ്വാദ്യകരമാക്കി. 49 ഇനങ്ങളിലായി 4 താലൂക്കുകളിൽ നിന്നെത്തുന്ന 600-ൽ പരം പേരാണ് മാറ്റുരയ്ക്കുന്നത്.
ശിങ്കാരിമേളത്തിനോടൊപ്പം ചവിട്ടുനാടകം, നാടകം എന്നീ 3 ഇനങ്ങൾ പൊതുവിഭാഗമാണ്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ജില്ലാ സർഗോത്സവം കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രായത്തിനനുസരിച്ച് വിവിധ വിഭാഗങ്ങളിലുള്ള കലാമത്സരങ്ങൾ കണ്ടു ശീലിച്ചു വരുന്നവർക്ക് മുന്നിൽ കുടുംബശ്രീ അരങ്ങ് സർഗോത്സവത്തിൽ കാഴ്ചകൾ വ്യത്യസ്തമാണ്. 18 തികഞ്ഞ യുവതികൾ മുതൽ 78 വയസ്സ് പിന്നിട്ടവർ വരെ കാസർഗോഡ് ജില്ലാ സർഗോത്സവത്തിൽ പ്രതിഭ തെളിയിക്കാൻ കയ്യൂരിൽ എത്തിയിട്ടുണ്ട്. ജില്ലാ മത്സരത്തിൽ മലയോര മേഖലയിലെ വെള്ളരിക്കുണ്ട് താലൂക്കിൽ നിന്നുമുള്ള കുടുംബശ്രീ അംഗങ്ങളിലാണ് സീനിയറും ജൂനിയറും ഉള്ളത്. സീനിയർ വിഭാഗത്തിൽ നാടൻപാട്ട് പാടാൻ വെള്ളരിക്കുണ്ട് താലൂക്കിൽ കിനാനൂർ കരിന്തളം CDSലെ കല്യാണി എത്തുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥികളിൽ 2 പേർ ഇതേ പഞ്ചായത്തിൽ നിന്നു തന്നെ. ജൂനിയർ വിഭാഗത്തിൽ 18 വയസ്സുള്ള ആൻമരിയ ഷൈജു മാർഗംകളിയിൽ ചുവടുവെക്കുമ്പോൾ കിനാനൂർ കരിന്തളം CDSനെ പ്രതിനിധീകരിക്കുന്ന ശിവപ്രിയ കഥാപ്രസംഗത്തിലാണ് ഒരു കൈ നോക്കുന്നത്. 18 വയസ്സുകാരിയായ മഞ്ചേശ്വരം താലൂക്കിലെ കുമ്പള CDSനു കീഴിലെ സ്നേഹ, തിരുവാതിര, സംഘനൃത്തം തുടങ്ങിയ ഇനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്നും ചെണ്ട പരിശീലനം പൂർത്തിയാക്കിയ 35 വാദ്യവിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം മെയ് 18 വൈകിട്ട് 4 മണിക്ക് മാടായിക്കാവ് സരസ്വതി മണ്ഡപത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്നും ചെണ്ട പരിശീലനം പൂർത്തിയാക്കിയ 35 വാദ്യവിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം മെയ് 18 വൈകിട്ട് 4 മണിക്ക് മാടായിക്കാവ് സരസ്വതി മണ്ഡപത്തിൽ നടക്കും. മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത്, കരയടം ചന്ദ്രൻ മാരാർ, സന്തോഷ് മുള്ളിക്കോട്, ജിഗീഷ് കുമാർ, യു വനജ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. CPIMന്റെ സമുന്നത നേതാവായിരുന്ന രാമന്തളിയിലെ പച്ചകൃഷ്ണന്റെ 10ാം ചരമവാർഷിക ദിനാചരണം നടന്നു. കല്ലേറ്റുംകടവിൽ നടന്ന അനുസ്മരണ പൊതുയോഗം DYFI നാദാപുരം ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് P രാഹുൽ രാജ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും രാമന്തളിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാനിയും ദീർഘകാലം CPIM രാമന്തളി ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന പച്ചകൃഷ്ണന്റെ 10ാം ചരമവാർഷികം സമുചിതമായി ആചരിച്ചു. കല്ലേറ്റുംകടവിൽ നടന്ന അനുസ്മരണ പൊതുയോഗം DYFI നാദാപുരം ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് P രാഹുൽ രാജ് ഉദ്ഘാടനം ചെയ്തു. അവിടെ ലൈനുകൾ ഉൾപ്പെടെ KCBയുടെ ലൈനുകൾ ഉൾപ്പെടെ പൊട്ടി വീണ് റോഡിൽ ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് വണ്ടി പോകാൻ വേണ്ടി പാടില്ല. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ DYFIക്കാർ ദുരിതാശ്വാസ പ്രവർത്തനം നടത്താം, നിങ്ങൾക്ക് നടന്നു പോകാം. പോലീസ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടന്നുപോയി. 100-300 ആളുകൾ നടന്നുപോയി. അവിടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴുണ്ട് ബുള്ളറ്റിന്റെ ഒരു വണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റോയൽ എൻഫീൽഡിന്റെ ഒരു വണ്ടി തണ്ടപ്പെടുന്നു. VV വിജയൻ അധ്യക്ഷത വഹിച്ചു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. EV രമേശൻ, MV ഗോവിന്ദൻ, OK ശശി, TP അനൂപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വെള്ളൂർ അവതരിപ്പിച്ച കുത്തിത്തിരിപ്പ് എന്ന തെരുവ് നാടകവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. റോഡ് തകർന്ന് യാത്ര ദുരിതമായി മാറുന്നു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ക്യാമ്പസിലെ നഴ്സിംഗ് കോളേജ് ഔഷധി റോഡാണ് തകർന്നിരിക്കുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ക്യാമ്പസിലെ നഴ്സിംഗ് കോളേജ് ഔഷധി റോഡാണ് തകർന്ന് യാത്ര ദുരിതമായി മാറിയത്. കടന്നപ്പള്ളി, മുടിക്കാനം, ഏമ്പേറ്റ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എളുപ്പത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരാൻ നിരവധി ജനങ്ങൾ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത്. കോളേജ് വിദ്യാർത്ഥികളും ജീവനക്കാരും ഉൾപ്പെടെ നിത്യേന നിരവധി പേർ ആശ്രയിക്കുന്ന റോഡുമാണിത്. അതിനാൽ ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ റോഡ് ടാറിംഗ് നടത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാത്തിൽ ജൈവ കർഷക കൂട്ടായ്മയുടെ ഉദ്ഘാടനം മെയ് 17 ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ ജൈവ കർഷകർ ചേർന്ന മാത്തിൽ ആസ്ഥാനമായി രൂപീകരിച്ച ജൈവ കർഷക കൂട്ടായ്മയുടെ ഉദ്ഘാടനം മെയ് 17 നടക്കും. കുറുവേലി ആസ്ഥാനമായി കരുണാകരൻ പനങ്ങാട് നേതൃത്വം നൽകുന്ന കുറുവേലി ജൈവതോട്ടത്തിന്റെ പ്രവർത്തനത്തിൽ നിന്നാണ് ഇത്തരമൊരു ആശയം ഉരുത്തിരിഞ്ഞത്. P നാരായണൻ മാസ്റ്ററാണ് കൺവീനർ. വാർഡ് മെമ്പർ K പങ്കജാക്ഷനാണ് ചെയർമാൻ. പഞ്ചായത്തിനെ ഭക്ഷ്യസ്വയം പര്യാപ്തമാക്കുക, യുവതലമുറയിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തുക, കൃഷി ഒരു വരുമാനമാർഗമാക്കുക തുടങ്ങിയവ ഈ കൂട്ടായ്മയുടെ പ്രാഥമിക ലക്ഷ്യങ്ങളാണ്. 2 ആഴ്ചയിലൊരിക്കൽ മാത്തിൽ ബാങ്ക് മൈതാനത്ത് വെച്ച് ഒരു ജൈവ ഉൽപ്പന്ന ചന്ത നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 100% ജൈവ വസ്തുക്കൾ കർഷകർ വന്ന് നേരിട്ട് വിപണനം ചെയ്യുന്ന രീതിയാണ് അവലംബിക്കുന്നത്.
ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 2025 മെയ് 17 ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ചന്തയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TM സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. ജൈവ കർഷക കൂട്ടായ്മയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ കാർഷിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യവും സഹായവുമുണ്ട്. തൈകളും വിത്തുകളും വിതരണം നടത്തുക, ഭക്ഷ്യമേള സംഘടിപ്പിക്കുക, കാർഷിക രംഗത്തെ നൂതന പ്രവണതകൾ കർഷകരിൽ എത്തിക്കാൻ കർഷക മീറ്റ് സംഘടിപ്പിക്കുക, പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകളിൽ ജൈവ പച്ചക്കറിത്തോട്ടം ഒരുക്കാൻ സഹായിക്കുക, കാർഷിക വിളകളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വനിതകൾക്ക് പരിശീലനം നൽകുക തുടങ്ങിയവ പദ്ധതിയിൽപ്പെടുന്നു. വാർത്താ സമ്മേളനത്തിൽ കെ പങ്കജാക്ഷൻ, പുതുമന നാരായണൻ മാസ്റ്റർ, സൂര്യനാരായണൻ, കരുണാകരൻ പനങ്ങാട്, രാഘവൻ കൊടിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത്, കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ ഡെങ്കിപ്പനി ദിനാചരണം സംഘടിപ്പിച്ചു. HI കെ ഷാജു, JHI KT ജയപ്രകാശ് എന്നിവർ ബൈക്കിലാണ് പ്രതിരോധ പ്രചരണം നടത്തിയത്. ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ നേരത്തെ സജ്ജരാകാം, പ്രതിരോധിക്കാം, പരിസരം ശുചിയാക്കി ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാം എന്ന സന്ദേശവുമായി ഇരുചക്ര വാഹനത്തിൽ മൈക്ക് പ്രചരണം നടത്തി ഗ്രാമം ചുറ്റുകയാണ് കാങ്കോൽ ആലപ്പടമ്പ് ആരോഗ്യവകുപ്പ്. കഴിഞ്ഞ വർഷവും ഇരുചക്ര വാഹനത്തിലും കാൽനടയായും ഡെങ്കി ഹോട്ട്സ്പോട്ട് ഭാഗങ്ങളിൽ മൈക്ക് പ്രചരണം നടത്തിയിരുന്നു. ഇതര പഞ്ചായത്തുകളെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ ഡെങ്കിപ്പനി വ്യാപനം തടയാൻ ആരോഗ്യവകുപ്പിന്റെ ആശയങ്ങൾ വഴി സാധ്യമായിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവർക്കെതിരെ കേരള പൊതുജനാരോഗ്യ നിയമം അനുസരിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന അറിയിപ്പോടുകൂടിയാണ് ഈ വർഷവും ആരോഗ്യ സന്ദേശത്തോടൊപ്പം ആരോഗ്യവകുപ്പ് പ്രചരണം നടത്തുന്നത്. അപ്പോൾ ഡെങ്കിപ്പനി ആദ്യം വന്ന് രണ്ടാമതും വീണ്ടും ആ രോഗിക്ക് തന്നെ രണ്ടാമതും വരുമ്പോഴാണ് കൂടുതലായും സീരിയസ് ആവുന്നതായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഡെങ്കിപ്പനി കണ്ടുപിടിച്ച് അതിൻ്റെ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നമ്മൾ പേഷ്യൻറ്റിനെ രക്ഷിക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മൾ അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും അസുഖത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത്, അസുഖം വരാതെ നോക്കൽ. അറിഞ്ഞിട്ടും അറിയാതെ നടിക്കരുത്, അറിയാതെ നടിച്ചാൽ പിടിവീഴും എന്ന മുന്നറിയിപ്പ് കൂടി ആരോഗ്യവകുപ്പ് നൽകുകയാണ്. കൊതുക് വളരാൻ സാധ്യതയൊരുക്കുന്നവർക്കെതിരെ 3000 മുതൽ 10,000 രൂപ വരെ പിഴ ചുമത്താൻ കഴിയുന്ന വിധമാണ് പൊതുജനാരോഗ്യ നിയമം. പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും വ്യത്യസ്തമായ രീതിയിൽ ആരോഗ്യ സന്ദേശം നൽകി വരുന്നുണ്ടെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. പ്രചരണ പരിപാടികൾക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഷാജു, KT ജയപ്രകാശ്, VP ഗീത എന്നിവരും ആശാപ്രവർത്തകരും നേതൃത്വം നൽകുന്നു. മെഡിക്കൽ ഓഫീസർ മംഗള രാജീവൻ ഡെങ്കിപ്പനി ദിനാചരണ സന്ദേശം നൽകി. വിവിധ വാർഡുകളിൽ നടന്ന പരിപാടികളിൽ ജനപ്രതിനിധികളായ TM സതീശൻ മാസ്റ്റർ, K പങ്കജാക്ഷൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിലാത്തറയിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കൊടികൾ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പിലാത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥാപിച്ച കൊടികൾ നശിപ്പിച്ചത്. SFI പ്രവർത്തകരാണ് കൊടികൾ നശിപ്പിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കാങ്കോൽ ചീമേനി റോഡിൽ പാപ്പാരട്ട ഭാഗം അപകട ഭീഷണി ഉയർത്തുന്നു. മഴ പെയ്താൽ വെള്ളം മുഴുവനും റോഡിൽ കൂടി ഒഴുകുന്നത് സമീപത്തെ വീട്ടുകാർക്ക് മാത്രമല്ല, ഇരുചക്രവാഹന കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്നു. പഴയങ്ങാടി മുട്ടുകണ്ടി റോഡരികിൽ തണ്ണീർത്തടങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നതായി ആക്ഷേപം. രാത്രിയിലാണ് വാഹനങ്ങളിലെത്തി കക്കൂസ് മാലിന്യം പുഴയിലേക്കും തണ്ണീർത്തടങ്ങളിലേക്കും ഒഴുക്കിവിടുന്നത്. ചെറുകുന്ന് വെള്ളറങ്ങൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് പരിക്കേറ്റ കാർ യാത്രികൻ മരിച്ചു. ചെറുകുന്ന് കോവപ്പുറത്തെ AC ഷാദുലിയാണ് ഇന്നുച്ചയോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.